ഗോഡ്സയെ ഒരു കൊലയാളിയാക്കി മാറ്റിയത് മറ്റാരുമായിരുന്നില്ല, സവർക്കറായിരുന്നു. സവർക്കർ ഈശ്വരന്റെ ഒരു അവതാരമാണെന്ന് പോലും ഗോഡ്സെ വിശ്വസിച്ചിരുന്നു. സവർക്കറാണ് പ്രതി, മറ്റൊന്നുമല്ല. പ്രത്യേകമായ ഒരു ഘട്ടത്തിൽ ഗാന്ധി വധത്തിന്റെ പിന്നിലെ എല്ലാ ഗൂഢാലോചനയെയും കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ജയൽ കപൂർ കമ്മീഷൻ. നിരവധി സാക്ഷികളെയും തെളിവുകളുമെല്ലാം പരിശോധിച്ചുകൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത നിഗമനത്തിൽ ആ കമ്മീഷൻ എത്തിയിട്ടുണ്ട്. അത് ഗാന്ധി വധത്തിന്റെ സൂത്രധാരൻ സവർക്കർ അല്ലാതെ മറ്റാരുമല്ല എന്നാണ്. ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നിയമ നടപടികൾ സ്വീകരിച്ച് സവർക്കറെ വിചാരണയ്ക്ക് വിധേയനാക്കുകയും തൂക്കിലേറ്റുകയും ചെയ്യേണ്ടതാണ്. പക്ഷെ അതുണ്ടായില്ല. കാരണം മറ്റൊന്നുമല്ല, അപ്പോഴേക്ക് സവർക്കർ മരിച്ചുപോയി. മരണം മൂലം വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട ഘാതകനാണ് സവർക്കർ. ആ സവർക്കറാണ് ഗോഡ്സെയെയും ഒരുപാട് ഗോഡ്സെമാരെയും ഘാതകരുടെ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചത്.